അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ ഇരു വിഭാഗത്തെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തീരുമാനം എടുക്കണം. അല്ല കുറച്ചും പറഞ്ഞല്ലോ ഇരു വിഭാഗം എല്ലാവരും രണ്ടുപേരെയും കേട്ടിട്ട് രണ്ടുപേരുടെ അവിടുത്തെ വികാരി ഊരക്കാരനച്ഛൻ ഞങ്ങളോട് ഇന്നലെ പറഞ്ഞു. അല്ല ആ കാര്യത്തിനെ ബേസ് ചെയ്തല്ല ഞാൻ പറയുന്നത്. ഇരു വിഭാഗം നമുക്കിപ്പോ അറിയാലോ, ഒരു വിമതരും ഉണ്ട്, സഭയുടെ കൂടെ എന്ന് പറയപ്പെടുന്ന ഞങ്ങളും ഉണ്ട്. അപ്പൊ ഈ രണ്ടുപേരും അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വിമത വിഭാഗം എന്നൊരു വിഭാഗം ഇല്ല ഇവിടെ. ഇവിടെ ആകെ വിമതരുള്ളത് ഈ വൈദികര് മാത്രമേ ഉള്ളൂ. എറണാകുളം അതിരൂപതയില് ബാക്കി പറഞ്ഞോട്ടെ. ഈ വിമത വികാരിയുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ കാലിൽ നക്കി ജീവിക്കുന്ന 10 പേരോളം ഓരോ ഇടവകയിലും ഉണ്ട്. ഇനി ബാക്കി കൂടെ പറഞ്ഞോട്ടെ. ഇനി ഇവരൊരു മീറ്റിംഗ് വിളിച്ചെന്ന് വെച്ചു, എവിടെയെങ്കിലും സഭയുടെ കാശെടുത്ത് ഇവർക്ക് മീറ്റിംഗ് വിളിക്കാം. സഭയുടെ സ്ഥാപനങ്ങളുണ്ട്, എല്ലായിടത്തും ഇവര് മീറ്റിംഗ് വിളിക്കും, വണ്ടി അറേഞ്ച് ചെയ്യും. ഇതിന് വരുന്നത് ഓരോ ഇടവകയിലും 3 ആഴ്ച വിളിച്ചു ചൊല്ലി ഈ 10 പേര് വീതാണ് ഓരോ ഇടവകയിൽ നിന്ന് വരുന്നത്. 300 ഇടവകയിൽ നിന്ന് വന്ന 3000 പേര്. അത്രയും പേര് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയില് ഈ വിമതരുടെ കൂടെ ഉള്ളൂ. ബാക്കിയുള്ള 95% പേരും സഭയുടെ കൂടെയാണ്. സഭ എന്താണ് പറയുന്നത്, മാർപ്പാപ്പ എന്താണ് പറയുന്നത്, മെത്രാന്മാർ എന്താ, അത് അനുസരിക്കുന്നവരാണ് ഞങ്ങൾ ഈ ഓരോരുത്തരും ഇവിടെ വരുന്നത്. പ്രായമുള്ളവര് 82 വയസ്സുള്ള ആള് 14.5 കിലോമീറ്റർ നടന്നു നമ്മുടെ മൗണ്ട് വരെ. അത്രയും സഹനം സഹിച്ചതെല്ലാം സഭയെ അനുസരിക്കാൻ വേണ്ടി. ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ സഭയെ അനുസരിക്കാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളെയാണ് ഇവിടെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങളെ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഗേറ്റ് പൊളിച്ചു. പിതാവിന്റെ കാല് തല്ലി ഓടിക്കെന്ന് പറഞ്ഞു. ഇവർക്ക് ആർക്കും എതിരെ ഒരു കേസും ഇല്ല, ഒന്നുമില്ല. സഭയുടെ കൂടെ നിൽക്കുന്നവര്, ഞങ്ങൾ ഈ സഭ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അല്ലാതെ ഇവിടെ ഒരു വിമത വിഭാഗം ഇല്ല. നാളെ ഈ അച്ഛന്മാര് തിരിഞ്ഞു നിന്ന് സഭയുടെ കുർബാന ചൊല്ലിയാല് ഈ നടക്കുന്ന വാലാട്ടി പട്ടികൾ മുഴുവനും ഈ വികാരിയുടെ കൂടെ ആയിരിക്കും. ഇവിടെ മുഴുവനും ഏകീകൃത കുർബാന നടക്കും. അതുകൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരു ദിവസം മതി. ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഈ വികാരിമാരിലെ ഒരു 2 പേരെ നിങ്ങളൊന്ന് പുറത്താക്കുക. അതിനുള്ളൊരു ധൈര്യം കാണിക്കും. ഇതുവരെ കുർബാന ഈ ഏകീകൃത കുർബാന ഇതുവരെ ചൊല്ലാത്ത, അഹങ്കാരം കൊണ്ട് മാത്രം, അനുസരണക്കേട് കൊണ്ട് മാത്രം, വൈദികനായിരിക്കാനുള്ള മിനിമം യോഗ്യതയില്ലാത്ത ഒരു 2 പേര് പുറത്താക്കിയാൽ മതി. ഇവിടുത്തെ പ്രശ്നം തീരും. ബാക്കി ആർക്കും ഇവിടെ പ്രശ്നമില്ല. അത്രയും ഒന്നും ചെയ്യാൻ